സ്ഥാനാർത്ഥിയാകാൻ ആറന്മുളയിൽ അബിൻ വർക്കി എന്ന സ്ഥാനാർത്ഥി ഉണ്ടാകാൻ രമേശ് ചെന്നിത്തലയാണ് അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് എന്ന് കേട്ടിരുന്നു. ഈ 3 പേരും എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഈ 3 പേരും, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആരെങ്കിലുമൊക്കെ എതിർത്താൽ, ഒരാൾ നമ്മളെ എതിർത്താൽ നമുക്ക് സ്ഥാനാർത്ഥി ഒന്നായി വരാൻ പറ്റില്ല. പക്ഷേ ഈ 3 നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ എന്നോട് പറഞ്ഞത്, നിന്നെ ആറന്മുളയിൽ വെച്ചിരിക്കുന്നത് നീ അവിടെ പോയി മത്സരിച്ച് ശ്രീമതി വീണ ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഈ മന്ത്രിസഭയിൽ ആദ്യം തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രി വീണ ജോർജാണ്, നീ അത് ചെയ്തിരിക്കണം. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രീ കെ സി വേണുഗോപാലും ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രീ രമേശ് ചെന്നിത്തല അത് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ 3 നേതാക്കന്മാരും എന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് ആ 3 നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടാണ്. ആ 3 നേതാക്കന്മാരും KPC പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ എന്നെ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അത് സമ്മതിച്ചിട്ടല്ലേ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടായിരുന്നുകൊണ്ടല്ലേ, ആ പിന്തുണ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായ അബിൻ വർക്കി ഇപ്പോൾ 3 പേരും എൻ്റെ നേതാക്കന്മാരാണെന്ന് പറയുന്ന ഇടത്തേക്ക് എത്തി. അപ്പോൾ നിയമസഭാ കക്ഷി യോഗത്തിൽ പിന്തുണ വേണം എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഈ 3 പേരും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? അങ്ങനെയല്ല, ഞാൻ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഏത് കാലഘട്ടത്തിലാണ് ഏതെങ്കിലും ഒരു നേതാവിനെ തള്ളി പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് എൻ്റെ മുന്നേയുള്ള ഏത് അഭിമുഖം എടുത്ത് പരിശോധിച്ചാലും അറിയാം, ഞാൻ ഈ നേതാക്കന്മാരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഏത് അഭിമുഖത്തിലും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ പാതയിൽ ഇവരുടെയൊക്കെ സഹായം, അത് ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ സഹായിച്ചിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ആരുടെയും അങ്ങനെ സഹായം, അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒരു കൈപ്പിടി സഹായം ചെയ്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ നേതാക്കന്മാരെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ശ്രീ രമേശ് ചെന്നിത്തല എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്, ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെയാണത് രാഷ്ട്രീയത്തിൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം സ്വാഭാവികമായും എത്തേണ്ടത് താങ്കളായിരുന്നു. അതുണ്ടായില്ല. ആ ഘട്ടത്തിൽ അല്പം വിഷമം, അത് മാത്രവുമല്ല താങ്കളെ ദേശീയ ചുമതലയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ അബിൻ വർക്കിയെ നാട് കടത്തലായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിലുള്ള വിഷമം താങ്കൾ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ വിഷമമൊക്കെ പൂർണ്ണമായിട്ടും മാറിയോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം അതിന് പകരമായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം? അല്ല, അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പാർട്ടിയുടെ പ്രത്യേകത എനിക്കല്പം വിഷമമുണ്ടെങ്കിലും എനിക്കല്പം സന്തോഷമുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അനിഷ്ടമുണ്ടെങ്കിലും ഒക്കെ അത് പ്രകടിപ്പിക്കാനുള്ളൊരവസരം ഈ പാർട്ടി തരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ആ ഘട്ടത്തിൽ എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരണം എന്നൊരഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ പാർട്ടി എന്നെ കേൾക്കുകയും എനിക്ക് യൂത്ത് കോൺഗ്രസ്സിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും ചുമതല തരാതെ തന്നെ കേരളത്തിൽ തുടരാൻ, ദേശീയ സെക്രട്ടറി കേരളത്തിൽ തുടരാനുള്ള അവസരം തരികയും ചെയ്തു. അത് ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ എൻ്റെ പാർട്ടി അത് കേട്ടു, അത് പരിഹരിച്ചു. ഇനി എന്താണ് അതിനകത്ത് മറ്റൊരു കാര്യമില്ലല്ലോ. കാരണം അതിനുശേഷം വന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടികളിലൊക്കെ തന്നെ ഞാൻ സജീവമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം അന്ന് അബിൻ വർക്കി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ KSUവിൻ്റെയും KPCCയുടെയും ഒക്കെ അധ്യക്ഷ സ്ഥാനത്ത് ക്രൈസ്തവരാണ്, ആ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് അബിൻ വർക്കിക്ക് ആവാൻ പറ്റില്ല, അപ്പോൾ സമുദായ സമവാക്യങ്ങൾ തെറ്റുമെന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ പ്രശ്നം എന്ന് അബിൻ വർക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാണോ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാവാനോ അവിടെ നിന്ന് വമ്പൻ വിജയം നേടാനും ഒരു അനുഗ്രഹമായി മാറിയത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് അത് തന്നെ തെറ്റാണ്. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ബൈറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. എന്നാൽ ബൈറ്റ് ഒന്ന് കാണിക്കും. ഉണ്ട്, ബൈറ്റ് ഉണ്ട്. അതായത് അങ്ങനെയല്ല ബൈറ്റ്. ഞാനത് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ എൻ്റെ വിശദീകരണം നൽകുകയും ഞാനത് പറഞ്ഞ ക്ലിപ്പടക്കം ഞാൻ ഇടുകയും ചെയ്തതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യം, താങ്കൾ ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ട്, അതായത് KPCC പ്രസിഡൻറ്റും KSU പ്രസിഡൻറ്റും ഒക്കെ തന്നെ ക്രിസ്ത്യാനി ആയതാണ് താങ്കൾ ആവാതിരിക്കാൻ കാരണം. അപ്പോൾ താങ്കൾ ഒരു ക്രിസ്ത്യാനി ആയതാണോ താങ്കളുടെ പ്രശ്നം എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞ ഉത്തരം, ഞാൻ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലല്ല കടന്നു വന്നത്. ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നതാണ്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യം വിളിച്ച് KSUവിൻ്റെ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ടാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം എന്ന് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ പറ്റില്ലല്ലോ എന്നുള്ള എൻ്റെ വാക്കങ്ങ് എടുത്തു കളഞ്ഞിട്ട് ബാക്കി എടുത്ത് കാണിച്ചിട്ടാണ് ഈ ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം എന്നുള്ള ചോദ്യം ചോദിച്ചത്. ഞാൻ ഈ ക്ലിപ്പ് മുഴുവനായി തന്നെ അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഇതിൻ്റെ വിശദീകരണം പറയുകയും കേരളത്തിലെ മാധ്യമങ്ങളിലുടനീളം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ
അത് നമ്മുടെ മാധ്യമപ്രവർത്തകരും നമ്മുടെ CPM അണികളും എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയതാണ്. അല്ലാതെ ഇതിനകത്ത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനി മാത്രമാണ്. അത് ആറന്മുള എന്ന പ്രദേശത്ത് ഹൈന്ദവരാണ് കൂടുതൽ. ആറന്മുള എന്ന പ്രദേശത്ത് ഹൈന്ദവ സമുദായം കൂടുതലുള്ള സ്ഥലത്ത് ഞാൻ മത്സരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയാൽ മാത്രമാണോ ഞാൻ ജയിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. എന്ന് പറഞ്ഞാൽ സമൂലമായി എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് മേടിക്കാൻ നമുക്ക് സാധിക്കും. കാരണം എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയുള്ള ഐഡിയോളജി ഉള്ള പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് മേടിക്കാനുള്ള പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെക്യുലർ മനോഭാവമുള്ള, സെക്യുലറിസം കണ്ണിലെ കൃഷ്ണപുരി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തകനും ആയതുകൊണ്ടാണ് എനിക്ക് ആറന്മുളയിൽ സീറ്റ് ലഭിച്ചത്. മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. യുവാക്കൾക്ക് കൃത്യമായൊരു പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ആവശ്യപ്പെടുമോ യൂത്ത് കോൺഗ്രസ്? എങ്ങനെയാണ് അതിൻ്റെ കാര്യം? അല്ല, ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത് നമുക്ക് വളരെ ഷോർട്ടൻ നമ്പറാണ്, 21 പേരാണല്ലോ ഒരു മന്ത്രിസഭയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് യുവരക്തങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ, യുവാക്കൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഏജ് ക്രൈറ്റീരിയ ഞാൻ പറയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ഫ്രഷേഴ്സ് വരണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. എന്ന് പറഞ്ഞാൽ ഞാനീ പറയുന്നത് മുഴുവൻ കൊടുക്കണം. കാരണം ഈ യുവാക്കൾ വരണമെന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള അവസരം ഇതിനകത്ത് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ഫ്രഷേഴ്സ് വരണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അതായത് യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഒരാൾ വരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തിൽ യുവാവ് അല്ലെങ്കിൽ മറ്റ് യൂത്തായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന യുവചിന്തകളുള്ള, കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള, പറഞ്ഞാൽ ഒരു മന്ത്രിയൊക്കെ ആവണമെങ്കിൽ ഒരു പക്വതയുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളുമാണല്ലോ. എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതിയൊക്കെയുള്ള നമുക്കുള്ള ആളുകൾ കടന്നു വരണം. ഞങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജനറേഷൻ ആയിരിക്കാം അത്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ജനറേഷനിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുമ്പോൾ തന്നെ അതൊരു യൂത്ത് ഫേസുള്ള, യൂത്ത്ഫുൾനെസ് ഉള്ള ഒരു മന്ത്രിസഭയായി മാറും. അത് വരണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. യൂത്ത് ആയാൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു മന്ത്രിസ്ഥാനമൊന്നും വഹിക്കാനുള്ള പക്വതയില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് പറയുന്ന പോലെ ആയി പോകുമോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് വരണം എന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. യൂത്ത്ഫുള്ളായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ആളുകൾ വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രായമുള്ളവരും KSUവിൻ്റെ പ്രായമുള്ളവരും ഒക്കെ മന്ത്രിയായ, കോൺഗ്രസിൽ മന്ത്രിയായ ചരിത്രമുള്ളതാണ്. പക്ഷെ അതല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അതല്ല, കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ഒട്ടേറെ മുതിർന്ന നേതാക്കൾ ജയിച്ചു വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഹാൻഡാണ്. അതുപോലെ തന്നെ യൂത്തായിട്ടുള്ള ആളുകളും ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലെൻഡായിരിക്കണം ഈ മന്ത്രിസഭ എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇതിപ്പോൾ ആറന്മുളയിൽ MLA ആയി വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഏറ്റവും പ്രാധാന്യം ടൂറിസത്തിനായിരിക്കും. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുള ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സാംസ്കാരിക നഗരമായി മാറേണ്ട സ്ഥലമാണ്. കാരണം ആറന്മുള, നമുക്കറിയാം, ഇപ്പോൾ ആറന്മുള കണ്ണാടി ലോകോത്തര നേതാക്കന്മാർ മുഴുവൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം ഇതുവരെ ആറന്മുളയ്ക്ക് ലഭിച്ചിട്ടില്ല. ആറന്മുളയിലെ ക്ഷേത്രങ്ങളുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രം, വള്ളസദ്യയുണ്ട്, പടയണിയുണ്ട്, പള്ളിയോടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് നമുക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാൻ, അതായത് ഇപ്പോൾ വരുന്ന ഒരു ടൂറിസം ക്രൗഡിനേക്കാൾ കൂടുതൽ ആളുകളെ ആറന്മുളയിലേക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെ കൺവെൻഷനുകളുമുണ്ട്. കുമ്പനാടും അതുപോലെ മാരാമണ്ണും ചെറുകോൽപ്പുഴ പോലുള്ള കൺവെൻഷനുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു കൾച്ചറൽ ഡൈവേഴ്സായിട്ടുള്ള, സ്പിരിച്വൽ ഡൈവേഴ്സായിട്ടുള്ള ഒരു പ്രദേശമാണ് ആറന്മുള. വലിയ ശബരിമലയുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആറന്മുളയെ ഒരു വലിയ സാംസ്കാരിക നഗരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടൂറിസം പ്രൊജക്റ്റുകളിലായിരിക്കും ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.